know these brothers my guys. Know that we fly, know that they ride or die. ഹലോ ഗൈസ്, എന്നപ്പോൾ നമ്മളിങ്ങനെ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ജാവ എഡീഷൻ ആയിട്ടാണ്. നമ്മൾ മറ്റേ ശ്രീകളുടെ ഗെയിമിങ് ആൻഡ് 2.0 വേർഷൻ ആയിട്ടുള്ള നമ്മളുടെ ഗെയിമിംഗ് ചാനലിലായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മറ്റേ ചാനലിൽ നമ്മൾ ഗെയിമിംഗ് അല്ലാത്ത വേറെ എന്തെങ്കിലും സംഭവം ഇടുന്നതായിരിക്കും. ഇപ്പം രാത്രി അങ്ങോട്ട് എന്തെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യം പറ്റുകയാണെങ്കിൽ ഇടുന്നതായിരിക്കും. ഇടും നമ്മൾ ഗെയിമിംഗ് മാത്രമാണ് ഇടുന്നത്. പിന്നെ നിങ്ങൾ ഞാനിപ്പം എടുത്തിരിക്കുന്ന മൈൻക്രാഫ്റ്റിൻ്റെ ജാവ എഡീഷൻ 1.19 ആണ് വേർഷനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റ് വേർഷനും കൂടി കളിക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ അതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും പിന്നെ അങ്ങോട്ട് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. ഇപ്പം സപ്പോർട്ട് ചെയ്യാം. കാരണം നമുക്ക് പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പം ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സോ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, എന്നപ്പം നമ്മളിങ്ങനെ പുതിയ വേൾഡുമായിട്ട് വന്നിരിക്കുകയാണ്. സോ നമുക്കിവിടെ മറ്റേ ലാഗൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെതായിട്ട് കഴിഞ്ഞായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ക്ഷമിക്കണം ലാഗൊക്കെ ഉള്ള സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ നമ്മളുടെ എന്താ വുഡ് ശരിയാക്കിയാക്കണം. ഇവിടെ ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. പിന്നെ എൻ്റെ അനിയനാണ് കസിനാണ് ഗെയിം റെക്കമെൻഡ് ചെയ്ത് തന്നത്. പിന്നെ അങ്ങനെ ഞാൻ ഇന്ന് പഠിച്ചതാണ്. സോ എനിവേസ് നമുക്ക് പോകാം. പിന്നെ നമുക്കിവിടെ മൗസ് ഇല്ല, അതുകൊണ്ട് അതിൻ്റെതായിട്ട് പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ നമുക്കിപ്പം ഓടുമ്പോൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിന്നിട്ട് വേണം ബാക്കിലേക്ക് മറ്റേ സ്ഥലത്തിലേക്ക് നോക്കാൻ. ചില സമയത്ത് സ്മൂത്തായി നടക്കെങ്കിലും ചില സമയത്ത് നടക്കില്ല. പിന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ മൈനിങ് പോകാം. പിന്നെ നമുക്ക് മൗസ് എവിടെ നമ്മൾ ഒപ്പിക്കുന്നതാണ്, അതെൻ്റെ നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം വീഡിയോ ഇടുമ്പം ഓക്കെ. സോ നമുക്ക് നേരെ പോവുക. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം ആദ്യം. സോ ഒരു ലാഗ് ഉണ്ട്. സോ എടുത്ത് പ്ലാങ്ക്സ് എടുത്ത് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി നമുക്ക് സ്റ്റിക്കും പിന്നെ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി നമുക്ക് സ്റ്റിക്കും പിന്നെ ആക്സ് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. അറിയാലോ, ഞാനിൽ പ്രോ അല്ല കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. സോ നമ്മൾ ഏതോ പ്ലാങ്കാണ് ഏതാണ്. സോ നമ്മൾ 4 സ്റ്റിക്ക് എടുത്ത് ആക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടാക്കി സ്റ്റോണൊക്കെ വെക്കാം. പിന്നെ ഒരു ആക്സ് ഉണ്ടാക്കാം. സ്റ്റോൺ എടുത്ത ശേഷം നമുക്ക് സ്റ്റോണും കൊണ്ടുള്ള ഐറ്റംസ് സോ നമ്മൾ സ്റ്റോൺ എടുത്ത് മേലെ റെസിപ്പീസ് കാണിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ അഡ്വാൻസ്മെൻറ്റ് നീഡ്. പിന്നെ നമുക്ക് സ്റ്റോൺ എടുത്തിട്ട് 8 വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ഫർണസ് ഉണ്ടാക്കണം. ഫർണസ് പിന്നെ സ്റ്റോൺ പിക്കാക്സ്, സ്റ്റോൺ ആക്സ് പിന്നെ സ്റ്റോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഫാമൊക്കെ ചെയ്യണമെങ്കിൽ ആവശ്യമാണല്ലോ. പിന്നെ പറ്റിയാണ് നമുക്ക് അയണൊക്കെ വയ്ക്കാം. ഞാൻ ഈ ഗെയിം എൻ്റെ കസിൻ്റെ ഒപ്പം കളിച്ചത് നല്ലതാണ്. ഞാൻ അല്ലാതെ കളിച്ചില്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഞാൻ പ്രോ അല്ലാതെ പറഞ്ഞത്. ഞാൻ മൗസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലാപ്ടോപ്പിലിട്ട കീബോർഡിലിട്ട മൗസില്ല, അതിലാണ് നമ്മൾ ആക്കുന്നത്. സോ നമ്മളിപ്പോൾ മാക്സാണ് ഉണ്ടാക്കുക. മാക്സ് ഉണ്ടാക്കിയ ശേഷം നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഒപ്പിക്കാം. അത് ഒരു സൗണ്ടില്ലേ സോമിട്ട് എനിക്ക് തോന്നുന്നു അവിടെയാന്നാ മൈനിങ് ഏരിയൻ്റെ ആ വെള്ളമുള്ള ഭാഗത്ത്. സോ നമുക്ക് ഇവിടെ നിന്ന് പോവാം. കാരണം മൗസും ഇല്ല, സോംബിയും പിന്നെ മറ്റേ ഉണ്ട്.
സോ ഷീപ്പ് വെക്കുന്നുണ്ട്. സോ ഫുഡ് ഉണ്ടാക്കാം. രണ്ടെണ്ണം ആയിട്ടുണ്ട്. അല്ല ഗൈസ് അല്ല രണ്ടെണ്ണം അല്ല മൂന്നെണ്ണുണ്ട് ആയിട്ടുണ്ട്. ഉണ്ടാക്കാം. ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് പ്രശ്നം ഉണ്ടാവും പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ ലാഗും ഉണ്ട് ചെറുതായിട്ട്. ഇതിപ്പോൾ മൗസില്ലാട്ടിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. സോ ഇത് മതിയാവൂലേ ഫുഡ് അല്ല ബെഡ് ഉണ്ടാക്കാനേ. സോ നമുക്കവിടെ കടലൊക്കെ ഉണ്ട്. സോ നമ്മളിപ്പം സ്പോൺ ആയിരിക്കുന്ന ജംഗിൾ ഫോറസ്റ്റിലാണ്. ക്രാഫ്റ്റിൻ്റെ കൂടെ കൊണ്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. ഇവിടെ ഇവിടെ വില്ലേജ് ഉണ്ടോ നോക്കാം. വില്ലേജ് കാരണം ഇവിടെ നമുക്ക് വില്ലേജ് ഉണ്ടെങ്കിൽ നമുക്ക് കൃഷിക്കായിട്ട് ബന്ധമെന്ന് വെച്ചാൽ നമുക്ക് കാണുന്നൊക്കെ എടുക്കാം. പൊട്ടാറ്റോ ഫാം ഉണ്ടാവും, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അത് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. പിന്നെ ഞാനിത് റെക്കോർഡറില്ല ഇതിൽ ലാപ്ടോപ്പിൽ, അതുകൊണ്ട് ഞാൻ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാവും. പിന്നെ നല്ല റെക്കോർഡർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കാരണം അതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. സോ വൈറ്റ് ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ 4 സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് സോഡ് ഉണ്ടാക്കാം. സ്റ്റോൺ പിക്കാക്സസ് അല്ലെങ്കിൽ നമുക്ക് മറ്റേ ആക്സ് ഉണ്ടാക്കിയിട്ട് പിക്കാക്സ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഗൈസ് നമ്മൾ 2 പ്രാവശ്യം സ്റ്റോൺ ആക്സ് ഉണ്ടാക്കി പോയി അറിയാണ്ട്. സോ പിന്നെ ഇപ്പം നമ്മൾ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി. അറിയില്ലേ നമ്മൾ വേറെ ക്രാഫ്റ്റ് ചെയ്ത കാര്യം മറന്നുപോയി. സോ നമുക്ക് നേരെ പോകാൻ കുറച്ച് ലാഗ് ഉണ്ട്. അവിടെ കേവും കാണും, പക്ഷെ നമ്മൾ അവിടേക്ക് കയറുന്നില്ല. അവിടെ കേവ് ഉണ്ട് ഗൈസ്, പക്ഷെ കയറുന്നില്ല. കാര്യം പോയിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ വില്ലേജ് ഉണ്ടാക്കാം. പിന്നെ 2 കേവ് ഉണ്ട് ഗൈസ്, 2 അല്ല 3 കേവ് ഉണ്ടെങ്കിൽ. അപ്പുറത്ത് കേവ് ഉണ്ടെങ്കിൽ അല്ല കേവ് വില്ലേജിൻ്റെ പിന്നെ കുഴപ്പമില്ല. കാരണം കൃഷി പിന്നെ നമ്മൾ മലയുടെ മേലായിട്ട് എടുക്കി വേറെ കേവുണ്ട് ഗൈസ്. വലിയൊരു മല, വെള്ളമൊക്കെ ഉണ്ട്. അവിടെ സോംബീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവും, അതൊന്ന് സൂക്ഷിക്കണം. ഇവിടെ പംകിൻ ഉണ്ടല്ലോ, ഇവിടെ കേവ് ഇതുണ്ടാവോ? ഉണ്ടാവില്ല, മലയായതുകൊണ്ട് വലിയിട്ടുണ്ടാവില്ല. പക്ഷെ പംകിൻ കാണുന്നുണ്ട്. ഇതിൻ്റെ അടുത്തുണ്ടാവും, അറിയില്ല. സ്റ്റോൺ ആ ഗോള് കണ്ട് ഗൈസ്, ഗോള്. അവിടെ സ്കൂള് കണ്ടിന് പിന്നായ മതി. ഇവിടെ പംകിൻ്റെ അടുത്താണ്. ഞാൻ കുറച്ച് 3 ഹാർട്ട് പോയി ഗൈസ്. ഇവിടെ കുറേ കോളുണ്ട്. വേറെ കിട്ടി. കോൾ എടുക്കാം. കുറച്ച് ബ്ലോക്ക് ഇവിടെ വെച്ച് നമുക്ക്. പിന്നെ എനിക്ക് മറ്റേ ഫീമെയിൽ അലക്സിൻ്റെ ആണ് കിട്ടിയത്. കാരണം സ്റ്റീവ് കിട്ടിയില്ല, ആളുടെ എനിക്ക് മനസ്സിലായില്ല. സോ നമുക്ക് ഇഷ്ടംപോലെ സോ അതൊക്കെ എടുക്കാം. അപ്പുറത്തുണ്ട് ഈ സ്കൂള്. പറ്റുകയാണെങ്കിൽ ഫർണസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ട സംഭവമൊക്കെ ഉണ്ടാക്കാം. പിന്നെ
നമുക്ക് ഉണ്ടാക്കാമല്ലോ ടോർച്ച്. നൈറ്റ് ഗൈസ്, ചെറുതായിട്ട് ബെഡ് എടുത്ത് നമുക്ക് കിടക്കാം. നൈറ്റ് നോക്കട്ടെ. നൈറ്റ് ഓക്കെ, നൈറ്റ് ആയിട്ട് ഗൈസ്. ഓക്കെ, നൈറ്റ് സന്ധ്യ വന്നു. പോകാം, നമുക്ക് ബാക്കിയില്ല കോളം എടുക്കാം. വെച്ചാണെങ്കിൽ നമുക്ക് അയ്യാണ് കണ്ടുപിടിക്കണം. പിന്നെ വെച്ചാൽ മച്ച കോളാണ്. ഇവിടെ വേറെ കോളുണ്ട്, നാളെ എടുക്കുന്നില്ല. ഓക്കെ, മേലോട്ട് പോയി നമുക്ക് വില്ലേജ് നോക്കിയാലോ. ഓക്കെ, മേലുണ്ടായാൽ മതി. അയ്യാണ് കിട്ടി, അയ്യാണ് കിട്ടി. ബാക്കിയോ എട്ടെണ്ണുണ്ട്. നമ്മുടെ 5 ഇട്ടിട്ടൊന്ന് 5 ബ്ലോക്ക് ഉണ്ട് പീസ്. അവിടെ 5 കിട്ടി. ആ വില്ലേജ് കിട്ടി. പീസ് ഇവിടെ എവിടെയെങ്കിലും ഒന്നും കൂടി അയേൺ നമുക്ക് നോക്കാം. കാരണം ഇവിടെ 5 കിട്ടിയല്ലോ. അയേൺ ഉണ്ടാവും മേലെ എവിടെയെങ്കിലും വെച്ച്. അയേൺ ഉണ്ടാവേണ്ടതാണ്, കാരണം അങ്ങനെയാണല്ലോ ഉണ്ടാവുക. നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ മച്ചിതും കൂടി. എടോ എമറാൾഡ് കിട്ടി. ഭാഗ്യോ. സോ നമുക്ക് ഇപ്പം എടുക്കാൻ പറ്റില്ല, കാരണം അതിന് വേറെ പിക്കാക്സ് വേണം. ഡയമണ്ട് പിക്കാക്സ് ആണ് തോന്നുന്നു. അയൺ പിക്കാക്സ് ആണ് ഗൈസ് അതിന്. സോ നമുക്ക് അയൺ പിക്കാക്സ് ഉണ്ടാക്കി അതൊന്നും എടുക്കാം. ഭാഗ്യണ്ട് ഗൈസ്, അല്ലെങ്കിൽ പിന്നെ എടുക്കാം. പിന്നെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയ ഗെയിം കളിക്കുന്നതായിരിക്കും. ഒരു അയൺ കിട്ടി കേസ്. അയൺ കിട്ടി. താഴോട്ട് കേസ്. അല്ല കേസ്, 3 നമുക്ക് തോന്നുന്നു. 3 അല്ല കേസ്, 4, 5, 6 കുറേ അയൺ കിട്ടി കേസ്. ഇപ്പോൾ അയൺ ഓർഡറാണ്. അത് നമുക്ക് ഫണ്ട് എടുത്തിട്ട് അയൺ ഓർഡർ ആക്കണം, മെൽറ്റ് ചെയ്യണം. നമുക്ക് നേരെ വില്ലേജിലേക്ക് പോവാം. ഇവിടെയും വേറെ 2 കേസ് അയണ്. 100 കേസ് നന്നായി മൊത്തം എടുക്കാം. ഇവിടെ നോക്കിയാണ് എമറാൾഡും കണ്ട് നീ ഉച്ചത്തിൽ നോക്കാം. നമുക്ക് അവിടെ ഇത് ഓക്കെയല്ലേ. പോയിന്റ് എവിടെയാണ് ലൊക്കേഷന് നോക്കാൻ വേണ്ടി കോളുണ്ട്. പക്ഷേ അവിടെ നോക്കട്ടെ. നമുക്ക് നേരെ പോയിട്ട് വില്ലേജിൽ പോയി നമുക്ക് ആദ്യം പോവുക. നമുക്ക് നേരെ ചെയ്യണം, കുറച്ച് ബീച്ച് എടുക്കണം. ഫുഡില്ല. ട്രേഡ് ഉണ്ടെന്ന് തോന്നുന്നു കേസ്. സോ കേസ് നമുക്ക് നേരെ വില്ലേജ് ട്രേഡ് നോക്കാം. കാരണം ഇവിടെ വീട്ടിലുണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിലും ട്രഷർ ഇവിടെ ജസ്റ്റ് തുറന്നേക്കാം. അവിടെ 2 പേപ്പറും കൂടി കാര്യം. പേപ്പർ എടുത്താലോ? അല്ല വേണ്ട കേസ്, പേപ്പർ എടുക്കണ്ട. കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. വില്ലേജസിന് ഇത് ഒന്നിനെ പോലും കാണില്ല. ഇതിപ്പോൾ അബാൻഡത്ത് വില്ലേജാണോ ഡൗട്ടുണ്ട്. പക്ഷെ അങ്ങനെയാവാൻ ചാൻസ് ഇല്ല. ഇവിടെ ഇപ്പം ബുക്കും കാര്യങ്ങളും ഷെൽഫൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും വേണം. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് പൊക്കിയിട്ട് അയൺ കോളുണ്ട് കേസ്. എന്നാൽ വില്ലേജസ് ഉണ്ടാവും. നമുക്ക് മാപ്പ് ഉണ്ടാക്കുന്ന മറ്റേ നമുക്ക് പിന്നെ എടുക്കാം. പേപ്പർ ഉണ്ട്, MG പേപ്പേഴ്സൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെടും. ബ്രെഡ് കിട്ടി. സോ കഴിച്ച് ഹെൽത്തൊക്കെ ഫുള്ളാക്കാം.
ഈ വീട്ടിലായിട്ട് എന്താ നോക്കാം അല്ലേ, നോക്കാം. വില്ലേറ്റിൻ്റെ സൗണ്ട് കേട്ടില്ല ഗൈസ്. ഉണ്ട് അവിടെ കിടക്കുന്നത് ഉണ്ട്. അതിന് വേണ്ടി ബ്രോ സോ ഗൈസ് നമുക്ക് ആ സ്റ്റോണിൻ്റെ സ്ഥലത്ത് ഇപ്പോൾ അവിടെ വല്ല മെറൽഡോ അയണോ ഉണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാം. മേലത്തെ മെറൽഡ് എടുക്കാം. അവിടെ എനിക്ക് തോന്നുന്നേ ഉള്ളൂ, കാരണം റേസ് ഇതാണ് നമുക്ക് നന്നായിട്ടുണ്ടാവും. അയ്യണ്ണ കോളുണ്ടായിരുന്നു, പക്ഷെ എനിവേസ് നമുക്ക് കോളുണ്ട്, പക്ഷെ എനിക്ക് എനിവേസ് കോള് രാവിലൊക്കെ ഉണ്ട് കേസ് നിറച്ചുണ്ടാൻ. ഓ ഇവിടെ നിറച്ച രാവിലാണ്, സ്റ്റോൺ അല്ലല്ലേ. അവിടെ സ്റ്റോൺ ഉണ്ട് കേസ്. കണ്ട് കപ്പടത്തുണ്ട് കേസ്. ഇവിടെ സ്പോണായി നന്നായി ഈ പണിയിട്ട് ചെറുതായിട്ട് ലാഗൊക്കെ ഉണ്ട് കേസ്. സോ ഗൈസ് നമുക്ക് നേരെ പോയിട്ട് വില്ലേജിലേക്ക് പോകും, കാരണം ഇവിടെ അധികം നിൽക്കുകയാണെങ്കിൽ അഥവാ രാത്രി പണി കിട്ടും. അവിടെ ആകുമ്പോൾ അയൺഗോളം ഒരു സംഭവമുണ്ട്, പക്ഷേ അവിടെ സ്പോൺ ആവില്ല ചില സ്ഥലത്ത്. കാരണം വെച്ചാൽ അവിടെ ഇതൊക്കെ ടോർച്ചിലുകൊണ്ട് തന്നെ ലാവയുണ്ട് ഗൈസ് പുറത്ത്. ഈ ബ്ലോക്കൊക്കെ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നെ. വില്ലേജസ് ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇവിടെ നല്ലൊരു ഉണ്ടാക്കുന്നുണ്ട്. സോ നമുക്ക് സീഡ് ഇട്ടിരിക്കും. ബെല്ലുണ്ട് കേസ്, മണിയുണ്ട്, എടുത്ത് നോക്കിയാലോ. ഇവിടെ ജസ്റ്റ് ഉണ്ട് കേസ്, നോക്കാം. അതിലൊരു ബക്കറ്റ് ഉണ്ട്, അത് കുഴപ്പമില്ല. ഇതിന് ഗ്രാസ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പറഞ്ഞ ഗ്രാസ് ആണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടോ. കെട്ട് ഗ്രാസ് ആണോ? ആണ് ഗൈസ്, ഗ്രാസ് ആണ്. ഇതെങ്ങനെ എടുത്ത് എനിക്ക് മനസ്സിലായില്ല. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ അടുത്ത വീഡിയോ വെച്ച് ഞാൻ വീണ്ടും വരാൻ. അടുത്ത വീഡിയോ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യട്ടോ. ബിക്കോസ് ഞാൻ ഈ അടുത്ത വീഡിയോ ഇട്ടുണ്ടാവില്ല. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഒരു ഷോർട്ട് വീഡിയോ. സോ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്. Oh, these brothers my guys. Know that we fly, know that they ride or die. Why they wanna move like that?